വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു വ്ളോഗാണ് ബേസിക്കലി. ബട്ട് ഇത് സൺഡേ ഒരു വ്ളോഗ് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഫസ്റ്റ് തന്നെ ഞങ്ങളിന്ന് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നുണക്കുഴി എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പം ബേസിൽ ജോസഫിൻ്റെയും ഗ്രേസിൻ്റെയൊക്കെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലുലു PVR. 10 മണിക്കാണ് 10:30ക്കാണ് ഞങ്ങൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തത്. സോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് ഞാൻ ആദ്യം ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് മേക്കപ്പൊക്കെ ഇട്ട് റെഡിയായി. ലൈക്ക് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക് സ്കിൻ കെയർ ചെയ്തു. പിന്നെ നമ്മുടെ K-Beautyയുടെ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അത് നല്ല നാച്ചുറൽ ഫിനിഷ് തന്നെയാണ്. ജസ്റ്റ് ഒന്നൊരു ഇതിന് വേണ്ടി ഭംഗിക്ക് ഇരിക്കാൻ. അപ്പം അതും പിന്നെ കുറച്ച് ബ്ലഷൊക്കെ ഇട്ടിട്ട് ഞാൻ റെഡിയായി. ഫസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് പിന്നെ എനിക്ക് മേക്കപ്പ് ഇട്ട് അധികം ചേരില്ല എന്ന് കുറച്ച് പേര് പറയാറുണ്ട്. പക്ഷേ എനിക്ക് മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് റെഡിയായി. ഈ ഡ്രസ്സ് ഇടുന്നതിന് മുന്നേ ഞാനൊരു 10-15 ഡ്രസ്സ് ഇട്ടു. എന്നിട്ടാണ് ഞാൻ ഫൈനലി ഈ ഡ്രസ്സ് ഇട്ടത്. എന്നിട്ട് എനിക്ക് സാറ്റിസ്ഫൈ ആയില്ല. എന്നിട്ട് ഞാൻ പോയി ഈ ഡ്രസ്സ് ഇട്ട് മാറ്റിയിട്ട് ലിപ് ഷെയ്ഡ് കുറച്ചുകൂടെ ഒരു റെഡാക്കി ഡാർക്കാക്കി. അപ്പം ഇതിട്ടിട്ട് പോയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു മറ്റേ ടോപ്പ് കൊള്ളായിരുന്നു, ജീൻസ് ആയിരുന്നു മറ്റേതിൽ ബോറെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ അത് വീണ്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ അതിനിടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ലൈക്ക് ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദോശയും സാമ്പാറും ചിക്കൻ ഫ്രൈയും ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മാറ്റി. ഇത് അമ്മ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തൊരു കുർത്തയാണ്. അപ്പോൾ അത് അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പം ഞാനത് ഓർഡർ ചെയ്തിട്ട് ഞാനെടുത്തു. ലൈക്ക് ഇതാണ് ആ കുർത്ത. ഞാൻ വീണ്ടും ഡ്രസ്സ് മാറി. എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ 16 or 17 ഡ്രസ്സാണ്. എനിക്ക് ഒന്നും ഇട്ടിട്ട് സാറ്റിസ്ഫാക്ഷൻ വരാനില്ല. എല്ലാം ഇട്ടിട്ട് മടുത്ത പോലെ. പിന്നെ ഞങ്ങൾ ലുലുവിലെത്തി. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോൾ ലുലുവിന് എത്തി. അപ്പോൾ പിന്നെ നമുക്ക് അരമണിക്കൂറോളം ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ ചുമ്മാ നിൽക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളപ്പം അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം സ്റ്റുഡിയോയിലും മാക്സിലൊക്കെ ഇങ്ങനെ കളക്ഷൻസ് അപ്പം ഇടവല്ലേ ഉള്ളൂ. പിന്നെ ആവും തോറുമാണല്ലോ അത് മെസ്സാവുന്നത്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് പോകാമെന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു പോയ ഡ്രസ്സൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ മൊത്തം എക്സ്കലേറ്ററിൽ വീഡിയോ മാത്രമേ എടുത്തോളൂ തോന്നുന്നു. പക്ഷെ ഞങ്ങളപ്പോൾ വന്നപ്പോൾ മാക്സ് ഇങ്ങനെ ഓപ്പണാക്കിയെന്ന് തോന്നുന്നു. ഓപ്പണായി. പിന്നെ ഞങ്ങൾ മാക്സിൽ പോയിട്ട് ഡ്രസ്സ് നോക്കി. അപ്പോൾ അമ്മയ്ക്ക് അവിടെ ടീഷർട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുറച്ച് 399 സംതിങ് ആണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു സ്റ്റുഡിയോയിൽ പോയി നോക്കാം. അപ്പോൾ അവിടെ ഈസിലി 199 നല്ല ടീഷർട്ട്സ് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി നോക്കിയപ്പം എനിക്കൊരു ജീൻസ് കിട്ടി. 399 ഒരു അടിപൊളി നല്ലൊരു ജീൻസ് കിട്ടി. അത് കഴിഞ്ഞ് അത് ബില്ലടിച്ചിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 10:25 കഴിഞ്ഞു. 10:27 ആയി. അങ്ങനെ ഞങ്ങൾ ഓടി വേഗം സിനിമ കണ്ടിറങ്ങിയിട്ട് സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്നപ്പം. പിന്നെ സിനിമ കണ്ടിറങ്ങിയിട്ട് എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. ഞാൻ വലിയൊരു പോപ്കോൺ വാങ്ങിച്ചിട്ട് കഴിച്ചതുകൊണ്ട് എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. ഞങ്ങൾ തേരാപ്പാര നടന്നിട്ട് വീണ്ടും സ്റ്റുഡിയോ പോയി. ബിക്കോസ് അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഷോപ്പ് ചെയ്യാണ്ടായിരുന്നു. സ്റ്റുഡിയോ പോയിട്ട് വീണ്ടും ഡ്രസ്സ് നോക്കി. അന്നേരം ഞാൻ ഈ ഒരു ജീൻസും ഈ ഒരു ഷർട്ടും ട്രൈ ചെയ്തു. ഇത് സ്മോളാണ് ഞാൻ ട്രൈ ചെയ്തത്. അപ്പം എനിക്കെന്തോ കുറച്ച് തോന്നി, ഒരു അൺകംഫർട്ടബിൾ, ലൈക്ക് മീഡിയം എടുക്കാൻ തോന്നി. പക്ഷേ മീഡിയം എടുത്ത് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അത് ഭയങ്കര ലൂസ്. അത് ഒരാൾക്കൂടെ അകത്ത് കയറാം എന്നുള്ള രീതിക്കായി. അപ്പം പിന്നെ ഞാൻ വെച്ച് നമുക്ക് റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചു. വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു ആക്ച്വലി. അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഹോൾ വീഡിയോ കാണുമ്പോൾ അറിയാം. പിന്നെ ആ ഡ്രസ്സ് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് അമ്മ അപ്പോഴത്തേക്കും ടയേർഡായി. പിന്നെ ഞാനാണ് ബില്ല് ചെയ്തിട്ട് വന്നത്. അമ്മ പുറത്തു പോയിട്ടിരുന്നു, അമ്മയ്ക്ക് തല കറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ വീണ്ടും മാക്സിൽ പോയി. ബിക്കോസ് അമ്മയ്ക്ക് ആ ടീഷർട്ട് എടുക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ ആ ടീഷർട്ട് എടുത്തിട്ട് ഇത് തിരിച്ചു പോയില്ല. ഞങ്ങൾ വീണ്ടും എവിടെയോ പോയി. വീണ്ടും ഞങ്ങൾ എന്തോ R&B എന്ന് പറഞ്ഞ എന്തോ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ചുമ്മാ നോക്കി. ബട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ടും ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും ഇത് വെസ്റ്റ് സൈഡിൽ പോയി. ഞങ്ങൾ വെസ്റ്റ് സൈഡിൽ പോയിട്ട് എനിക്ക് അവിടുത്തെ ഒരു നമ്മൾ ഫേമസ് ഒരു ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോ വെസ്റ്റിൻ്റെ ഒരു ക്രഷ് എന്ന് പറഞ്ഞ ഷെയ്ഡുണ്ട് ലിപ്സ്റ്റിക്ക്. സോ നിങ്ങൾ ട്രൈ നോക്കുക. നല്ല ഷെയ്ഡാണ്, എല്ലാവർക്കും സ്യൂട്ടാവുന്ന ഷെയ്ഡാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ അത് നോക്കാൻ വേണ്ടി പോയി. പിന്നെ പോയപ്പോൾ ഇഷ്ടംപോലെ നെയിൽ പോളിഷ് ഉണ്ടപ്പോൾ നെയിൽ പോളിഷ് എടുത്തു. പിന്നെ അവിടെ പോയിട്ട് ഒരു ഫുഡ് വെയർ ട്രൈ ചെയ്തു. ദെൻ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഓൾമോസ്റ്റ് 3 മണിയായി. രാവിലെ 10 മണിക്ക് ലുലുവിൽ പോയതാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി. പോണ വഴിക്ക് അമ്മയ്ക്ക് ബെറോട്ടയും ബീഫും വേണമെന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ തട്ടുകടയിലെ ബെറോട്ടയും ബീഫ് വേണമെന്ന് പറഞ്ഞു. സോ പിന്നെ ഞങ്ങൾ അതും കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ ഓർത്തു എന്തൊക്കെ വാങ്ങിച്ചു കാണാം. ബിക്കോസ് എനിക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ പോയടുത്ത് തന്നെ ഞങ്ങൾ മൂവിക്ക് പോയി. ഞങ്ങൾ ആദ്യം ഫസ്റ്റ് സ്റ്റുഡിയോ പോയി, മാക്സ് പോയിട്ട് സ്റ്റുഡിയോ പോയ സമയത്ത് നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മൂവി തുടങ്ങുന്ന സമയം. പിന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ അവിടെ എത്തി. സിനിമ കണ്ടിട്ട് വീണ്ടും വന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. സോ അത് ഓരോന്നായിട്ട് കാണിച്ചു തരാം. എനിക്കാണെങ്കിൽ ചൂടെടുക്കുന്നത്, മുടി കെട്ടി വെക്കാനാണെങ്കിൽ ഇവിടെ കാണുന്നത്. ഓരോന്നായിട്ട് കാണിക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ചെരുപ്പ്
എൻ്റെ ഒരു കസിൻ എൻ്റെ ഒരു ആൻറ്റിയുടെ മോളുണ്ട്. അപ്പോൾ അവളിവിടെ നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹായ്. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു ചെരുപ്പ്. ഇതിന് പ്രൈസ് വന്നിട്ട് 399 ആണെന്ന് തോന്നുന്നത്. സ്റ്റുഡിയോയുടെ ചെരുപ്പാണ്, കണ്ടാൽ തന്നെ അറിയാം, ഫെമിലിയർ ആയിട്ടില്ല. ഇതെനിക്കല്ല, ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെരുപ്പ് വാങ്ങിച്ചത്. എന്താ അവിടെ പൊക്കോ ചേച്ചി, ഇതായിരുന്നു. ദെൻ പിന്നെ ഇത് അമ്മയ്ക്ക് വാങ്ങിച്ചത് കാണിച്ചുതരാം. സോ ഫസ്റ്റ് ഇതൊരു ടീഷർട്ട്, ഇതും അമ്മ വാങ്ങിച്ചതാണ്. ഇത് മാക്സിൽ നിന്ന് വാങ്ങിച്ചതാണ്, 399. ഞങ്ങൾ പിന്നെ സ്റ്റുഡിയോയുടെ ഈ ഒരു കവറിൻ്റെ എല്ലാം കുത്തിക്കയില്ല, അതിനുള്ള സാധനങ്ങളേ ഉള്ളൂ. പിന്നെ എനിക്ക് വാങ്ങിച്ചതാണ് ഒരു സാധനം കൂടെ വന്നു. ഇതൊരു ടീഷർട്ട്. ഇത് എനിക്ക് ഷർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുള്ള ഷർട്ട്. ആൻഡ് ഇതിന് 599 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോയിൽ നിന്നാണ് വാങ്ങിച്ചത്. അടിപൊളി ഷർട്ട്, നല്ല ഫോർമൽസാണ്. എനിക്കിതിട്ട് നോക്കിയപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് മീഡിയമാണ് എടുത്തത്, ബിക്കോസ് എനിക്ക് കുറച്ച് ലൂസായിട്ട് കാണാമായിരുന്നു. പിന്നെ ഒരു ജീൻസ്, ഇതെനിക്ക് ഭയങ്കര നല്ല ഡീലിനാണ് കിട്ടിയത്. നല്ല സ്കിൻ ഫിറ്റ് ജീൻസാണ്. ധ്രുവ കാണാനില്ലേ, ഞാൻ പോയി നോക്കട്ടെ. ഓക്കെ, ആളെ കിട്ടി. സോ ഇതാണൊരു സ്കിൻ ഫിറ്റ് ജീൻസാണ്, ബ്ലാക്ക് കളർ. എനിക്ക് അധികം ഇല്ലാത്തതാണ്. ഇതെനിക്ക് കിട്ടിയത് 399 ആണ്. ഇത് MRP പറഞ്ഞാൽ 699 ആണ്. എനിക്കിത് 399 ആണ് ഓഫറിൽ കിട്ടിയത്. അതിൻ്റെ കറക്റ്റ് സൈസ് ഒരെണ്ണം ഇടാനുള്ളൂ. ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത്. ഇത് ബില്ല് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മൂവിക്ക് പോകാൻ വേണ്ടി ലേറ്റ് ആയത്. ബിക്കോസ് ഇനി അത് ആരെങ്കിലും നമ്മൾ മൂവി കഴിഞ്ഞ് വരുമ്പോൾ എടുത്തിട്ട് പോയി എന്ത് ചെയ്യും. പിന്നെ എനിക്ക് പിങ്കിനോട് ഇപ്പോൾ ഭയങ്കര ഒബ്സെഷനാണ്, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പോൾ എനിക്ക് പിങ്ക് ടീഷർട്ട് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിച്ചു. ഇത് 199. നമുക്ക് സുഖമായിട്ടിട്ട് നടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടീഷർട്ടാണ്. പിന്നെ വീണ്ടും ഒരു ജീൻസ് വാങ്ങിച്ചു. ഇത് അമ്മ കളിയാക്കും, മറ്റേ ജയൻ്റ് ജീൻസ് എന്ന് പറയുമ്പോൾ താഴെ ഒരു ഇതായിട്ട്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മളൊരു ഫിഷ് കട്ട് പോലെ വരും, അതേപോലത്തെ ഒരു ജീൻസിൻ്റെ പേര് എനിക്കറിയാം, പക്ഷെ ഞാൻ മറന്നുപോയി. ഇത് 799 ആണ് ഇതിൻ്റെ റേറ്റ്. ഓക്കെ, ദെൻ പിന്നെ സ്റ്റുഡിയോയിൽ തന്നെയാണ് ഇത് വാങ്ങിച്ചത്. ഒരു വിറ്റാമിൻ സിയുടെ ഷീറ്റ് മാസ്കും ഒരു സാലിസിലിക് ആസിഡിൻ്റെ ഷീറ്റ് മാസ്കും. എന്നെ സംബന്ധിച്ച് ഷീറ്റ് മാസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഞാൻ കറുത്തിരിക്കുന്നു. ഓക്കെ ഫൈൻ, എന്തോ ആയിക്കോട്ടെ. പിന്നെ ഞങ്ങൾ വെസ്റ്റ് സൈഡിൽ പോയി. വെസ്റ്റ് സൈഡിൽ പോയതിൻ്റെ മെയിൻ റീസൺ ഒരു ലിപ്സ്റ്റിക്ക് തപ്പിപ്പോയതാണ്. ഞാൻ കഴിഞ്ഞ വട്ടം വെസ്റ്റ് സൈഡിൽ പോയപ്പോഴും എനിക്ക് കിട്ടിയില്ല. നമ്മുടെ വെസ്റ്റ് സൈഡിൻ്റെ സ്റ്റുഡിയോ വെസ്റ്റ് എന്ന് പറയുന്ന ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്, ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഷെയ്ഡാണ്. കണ്ടോ, ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ധ്രുവ അമ്മയുടെ അടുത്ത് പോയി, കുഴപ്പമില്ല. സുധാണ ഒരു ലിപ്സ്റ്റിക് ഞാൻ സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇതാണ് ആ ഷെയ്ഡ്. ഇത് ഭയങ്കര ഇതിപ്പിടണോ, വാഷൗട്ടാവില്ല എന്ന് തോന്നുന്നു. ഞാൻ ഫുള്ളായിട്ട് ഇടുന്നില്ല, ബിക്കോസ് ഞാൻ മേക്കപ്പ് ഒക്കെ കളയാൻ പോവാണ്. ഓക്കെ, പിന്നെ ഇത് അമ്മ വാങ്ങിച്ചതാണ്. ഒന്ന് ഇത് മാറ്റിൽ വരുന്നതാണ്, M06 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്യില്ല, ബിക്കോസ് ഇത് എൻ്റെ ലിപ്സ്റ്റിക് അല്ല, അമ്മയുടെ ലിപ്സ്റ്റിക്കാണ്. സോ ഇത് രണ്ടും വാങ്ങിച്ചു. ഇത് എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചതാണ് സ്റ്റുഡിയോ വെസ്റ്റ്. പിന്നെ 2 നെയിൽ പോളിഷ് വാങ്ങിച്ചു. ഇതും വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു ബ്രൗൺ കളറും ഒരു ന്യൂഡ് കളറും. സോ ഇത്രയാണ് ഞാൻ വാങ്ങിച്ചത്. എല്ലാം കഴിഞ്ഞു. സോ ഞാൻ പോയി വേഗം ഡ്രസ്സ് മാറിയിട്ട് അവളെ പോയി നോക്കട്ടെ, അല്ലെങ്കിൽ തകർക്കുന്നുണ്ട്. സോ ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട്